ഇതെങ്ങനെയാ പറഞ്ഞുതരാമോ? പ്രയറും സൈനിങ് ഒക്കെ. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. മാം. ഓക്കെ, പ്രയർ പറഞ്ഞു കേട്ടോ. ആരും സെറ്റ് ആക്കിയിട്ടില്ലെന്ന് തോന്നുന്നു മിസ്സേ ഇന്ന്. ആണോ? അതെ. ആരും പറയുന്നില്ല, എന്നാ ഞാൻ പറയാം. ഇന്ന് മിസ്സിന്റെ വക പ്രയർ ആയിക്കോട്ടെ. 1 മിനിറ്റ് കേട്ടോ. Thanks for the world so sweet. Thank you for the food we eat. Thank you for the birds that sing. Thank you, God, for everything. Thank you all. Thank you, Miss. Silent thought of the day. അതും പ്രിപ്പയർഡ് അല്ല, അത് ഞാൻ പറയില്ല കേട്ടോ. ഞാൻ പറയാം മിസ്സേ. ഓക്കെ, പറഞ്ഞു. ഒരു സെക്കൻഡ്. പുതിയൊരു ദിവസത്തിലേക്ക് ഉണരുമ്പോൾ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കാൻ ശ്രമിക്കുക. ഓരോ ദിവസവും പുതിയ അവസരങ്ങൾ നൽകുന്നു. നല്ല ചിന്തകളോടെയും ആരോഗ്യശീലങ്ങളോടെയും ദിവസം ആരംഭിക്കുക. നമ്മുടെ ആരോഗ്യം നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണ്. അതുകൊണ്ട് അതിനെ ശ്രദ്ധയോടെ പരിപാലിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. മിസ്സിന് ഇന്ന് ക്ലാസ് എടുക്കാൻ ക്ഷണിക്കുന്നു. സൈനിനും കൂടി പറഞ്ഞാളെ. ആരെയും കാണുന്നില്ല മിസ്സേ. കേൾക്കുന്നില്ല. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് യൂണിറ്റ് ആയിരുന്നു ഡിസ്കസ് ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ആക്ടിവിറ്റി കാണിക്കേണ്ടതുകൊണ്ട് അതാ എടുത്തു വെച്ചിട്ടു. ടെസ്റ്റ് ഒക്കെ എടുക്കുന്നേ ഉള്ളൂ മിസ്. ഓക്കെ, എല്ലാവരും ഫസ്റ്റ് ആക്ടിവിറ്റി ആണ് പ്രസന്റ് ചെയ്യുന്നത് അല്ലേ? മിസ് അതാ നല്ല കൊറേ കഷ്ടപ്പെട്ടാക്കിയത്. ശരിക്കും പറഞ്ഞാല് ഇന്നലെ കൊറേ കാത്തു നിന്ന് മിസ്സിനെ നോക്കുമ്പോ അശ്വതി മിസ് പറഞ്ഞ്. ഓക്കെ, ടൈം ടേബിൾ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ. പറഞ്ഞു മിസ്. ചേഞ്ച് ചെയ്തിട്ടുണ്ട്. തേഴ്സ്ഡേ ആളും ഫ്രൈഡേ ഞാനുമാണ്. ഓക്കെ, അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്തേക്ക് കേട്ടോ. ഓക്കെ, അപ്പോ ആക്ടിവിറ്റീസ് പ്രസന്റ് ചെയ്യുന്നവര് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ പിൻ ചെയ്യാം. മാം ഇതെല്ലാം കൂടി ഇങ്ങനെ നിരത്തി വെച്ചിട്ട് കാണിച്ചാ മതിയാവോ? അങ്ങനെയാണ് കാണിക്കണ്ടേ? കറക്റ്റ് ആയിട്ട് ഓർഡറിൽ പ്ലേസ് ചെയ്തിട്ട് കാണിക്കണം. ഓക്കെ, റുബീന എന്റെ ഫസ്റ്റ് അയച്ചിരിക്കണേ. റുബീന എന്നല്ലേ പേര്? റുബീനെ കാണാനില്ലല്ലോ. മ്യൂട്ട് ഒന്ന് മാറ്റാണെങ്കിൽ എനിക്ക് പിൻ ചെയ്യാൻ പറ്റും. ഞാനോ മിസ്സേ? റീജുവോ? എന്റെ പേര് റുബീനാന്നാ. ആണോ? അപ്പൊ റീജു എന്നെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന റീജുന്ന്. റുബീന നല്ല രസമുണ്ട് കേട്ടോ. ഞാനില്ല മിസ്സേ, എല്ലാത്തിന്റെ ബേക്കിലും ഇങ്ങനെ അതിൻ്റെതായ ഇത് കൊടുത്തിട്ടുണ്ട്. ബി ഫോർ ബ്രസ്റ്റിംഗ്, സി ഫോർ ചിക്കു, അങ്ങനെ. ഓക്കെ, ഫ്ലാഷ് കാർഡിന്റെ മേലെയാണ് പേസ്റ്റ് ചെയ്ത് തോന്നുന്നുണ്ടല്ലേ? അത് മേലെയാ. നല്ല ടച്ച് ചെയ്ത് നോക്കുകയും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ റെഡ് ഉണ്ടോ? എയ്യോന് വ്യത്യാസം ഉണ്ടോ? എ മെറൂണിലാ കൊടുത്തേ. എ ഇ ഐ ഓ ഓ ഓ ഓ ഓ ഓ യു. ഓക്കെ, എനിക്ക് തോന്നി ചേഞ്ച് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ടുണ്ട് കേട്ടോ. സ്മോൾ ലെറ്റർ പ്രിന്റ് എടുത്താണോ ചെയ്തത്? എല്ലാം കട്ട് ചെയ്തിട്ട് തന്നെ. പിന്നെ ഇതിന്റെ എല്ലാം ബാക്കിൽ തന്നെ അതേപോലെ തന്നെ എല്ലാത്തിന്റെ ഇതിലും കൊടുത്തിട്ടുണ്ട്. വൈറ്റ് W ഫോർ വൈറ്റ്. പിന്നെ കിട്ടുന്നതെല്ലാം വെച്ചിട്ടുണ്ട്. Y ഫോർ യെല്ലോ, അങ്ങനെ. ഇത് AEIOU മെറൂണിലാ കൊടുത്ത്, ബാക്കി ബ്ലാക്കും. നമ്പേഴ്സ് ഇതാ. അതും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇതാ 0-ന് 0 ഒന്നും ഇല്ല. ഇതാ 1-ന് 1, 2-ന് 2, അങ്ങനെ എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. 3, 4,
6 ഓക്കെ അങ്ങനെ. ഇത് 6 അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണ്. ഇത് 6 9. ഓക്കേടാ. Thank you. ദിവ്യ മിസ് ഇത് എങ്ങനെയാ കാണിക്കണ്ടേന്ന് ഒന്നും കൂടെ പറയാമോ? അമ്മൂന്റെ ടൈം ആവുമ്പോ ഞാൻ പറഞ്ഞുതരാം കേട്ടാ. ഓക്കെ ദിവ്യ സ്മോൾ ലെറ്റർ. ഓക്കെ ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടാ. ജിൻസി ബാക്ക് ക്യാമറയില്ലേ മുകളിലായിട്ടൊരു സ്പീക്കർ പോലൊരു ചിഹ്നം കാണുന്നുണ്ടോ? ക്യാമറ ഓൺ ചെയ്തതിന് ശേഷം സ്പീക്കർ പോലൊരു സംഭവം മുകളില് ലിങ്ക് ഒക്കെ വന്നിരിക്കുന്നതിന് തൊട്ട് മുകളിലായിട്ട് അതിന് തൊട്ടിപ്പുറത്തുണ്ട്. ഓ കട്ട് ചെയ്തിട്ടില്ല അല്ലെ? കട്ട് ചെയ്ത് ചെയ്യണോണ്ടാടാ. കട്ട് ചെയ്തിട്ട് കാർഡ്സ് ആക്കണേ. കാരണം ചാർട്ട് വേറെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് കട്ട് ചെയ്യാൻ പറയുന്നത്. ഓക്കെ കട്ട് ചെയ്യണം കേട്ടോ. ലിൻഷി ഓക്കെ മാം. എങ്ങനെ കാണിക്കുന്നു? ക്യാമറ ഓൺ ചെയ്യാൻ അറിയില്ല. സിസ്റ്റോൺ ആടെ യൂസ് ചെയ്യണേ? എന്തോ? സിസ്റ്റോണോ ഫോണാണോ? ഫോണാണല്ലോ. ക്യാമറ ഓൺ ചെയ്തേ. വീഡിയോ. ഓക്കെ മുകളിലായിട്ട് 2 ആരോ മാർക്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ. ഇത് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഓക്കെ പ്രിന്റ് എടുത്താണോ കട്ട് ചെയ്തത്? എന്തോ? പ്രിന്റ് എടുത്തിട്ടാണോ കട്ട് ചെയ്തത്? കറക്റ്റ് ഷേപ്പ് വന്നിട്ടുണ്ട്? ഇല്ല പ്രിന്റ് എടുത്തിട്ട് നമ്മൾ അത് വെച്ചിട്ട് അത് ട്രേസ് ചെയ്തിട്ടേ കട്ട് ചെയ്ത്. മിസ് ഞാനും അങ്ങനെ തന്നെയാ ചെയ്തത്. പ്രിന്റ് എടുത്തിട്ട് അത് വെച്ച് കട്ട് ചെയ്ത്. പിന്നെ ഇത് സ്മോൾ ലെറ്റേഴ്സ് വവൽസ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്പേഴ്സ്. സീറോയോ? സീറോ ലാസ്റ്റ്. ഇത് നിരത്തുന്നതിന്റെ തിരക്കിലായിരുന്നു. ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ മാം താങ്ക് യു. അഖില മിസ് ക്യാമറ ഒന്നും കൂടെ പറഞ്ഞു. ക്യാമറ ഓൺ ചെയ്യോ? ക്യാമറ ഓൺ ചെയ്തില്ലേ? ഇപ്പൊ 2 മുകളിൽ 2 ആരോ മാർക്ക് വന്നതാണ്ടോ? അത്രേ ഉള്ളൂ. ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരുടെയും ഏകദേശം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ആൽഫബറ്റ്സ് ഒക്കെ ലെസ് ഉണ്ട്. പിന്നെ സ്മോൾ ലെറ്റർ ഇത് സ്മോള്, ഇത് നമ്പേഴ്സ് നന്നായിട്ടുണ്ട്. പെർഫെക്റ്റ് എന്ന് വെച്ചാൽ നല്ല ഷേപ്പ് കറക്റ്റ് ഷേപ്പ് ആയിട്ടുണ്ട്. താങ്ക് യു മിസ്. പ്രിൻസി മിസ് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാവേ. ചെക്ക് ചെയ്തിട്ട് 2 പേര് വിളിച്ചിട്ട് ഇപ്പം വരാം. ഓക്കെ സ്റ്റെഫി ജോസഫ് ഓക്കെ. സെൻഡ് ചെയ്തോടാ. ബാക്ക് ക്യാമറ ഓൺ ചെയ്യാൻ അറിയോ? മുകളിലെ ടോപ്പിലായിട്ട് ഇപ്പൊ 2 ആരോ മാർക്ക് പോലെ വന്നിട്ടുണ്ട്, കണ്ടോ? അത് ക്ലിക്ക് ചെയ്ത് ഓക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടാ. ഇതൊന്നും പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ട് കേട്ടാ. നന്നായിട്ടുണ്ട് കേട്ടാ. രേഷ്മ ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. രേഷ്മ ആർ ഓക്കെ. നല്ല മിസ്സുണ്ടല്ലോ. മോനെങ്ങനെ ചെയ്തത്? വരയ്ക്കണ ചെയ്തത്? പ്രിന്റ് എടുത്തോ? നമ്പേഴ്സ് സ്മോൾ ലെറ്റർ ഓക്കെ ആയിട്ടുണ്ട്. നമ്പേഴ്സ് പ്രിന്റ് എടുത്തിട്ട് ചെയ്യുന്നതാണ് മിസ്സേ എളുപ്പം. നന്നായിട്ടുണ്ട് കേട്ടാ. സ്റ്റെഫിയുടെ നല്ലായിരുന്നു, രേഷ്മയുടെ നല്ലായിരുന്നു കേട്ടോ. ഫർസിയ
മാം എങ്ങനെ വീഡിയോ ഓൺ ആക്കാന്ന് പറഞ്ഞേ? വീഡിയോ ഓൺ ആക്കാം, ക്യാമറ ഓൺ ചെയ്യും. എന്നിട്ട് മുകളിൽ ടോപ്പിലായിട്ട് 2 ആരോ മാർക്ക് വന്നിട്ടുണ്ട്. മുകളിൽ ആ ലിങ്ക് ഒക്കെ വന്നതിന്റെ തൊട്ടിപ്പുറത്തായിട്ട്. ഓക്കെ, കാണാട്ടാ. ഓക്കേടാ. നെക്സ്റ്റ് സ്മോൾ ലെറ്റർ. ഓക്കേട്ടാ. നമ്പേഴ്സ് നന്നായിട്ടുണ്ട് കേട്ടോ. ആൻസി. താങ്ക് യു മാം. ആൻസി. 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 ഓക്കേടാ. എങ്ങനെയാണ് മിസ്സേ? ഓക്കെ, ക്യാമറ ഓൺ ചെയ്യാൻ അറിയോ? മുകളിലായിട്ട് ടോപ്പിലായിട്ട് 2 ആരോ മാർക്ക് വന്നിട്ടുണ്ട്. ആ ഒരു സ്പീക്കറിനൊക്കെ തൊട്ടിപ്പുറത്തായിട്ട്. ഓക്കെ, ഓക്കേടാ. കാണാമോ മിസ്സേ? കേട്ടോ, കുറച്ച് ബ്ലറാണ്, എന്നാലും കുഴപ്പമില്ല. ഓക്കേടാ, കേട്ടോ. ഇനി വേറെ ആരെങ്കിലും പ്രസന്റ് ചെയ്യാനുണ്ടോ? എന്നോട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കാണിക്കാവേ. ഓക്കെ, സ്റ്റീഫ് 1 മിനിറ്റ്. പിന്നെ ആരാണ്? തങ്കമണി. കാണിക്കട്ടെ. ഒന്ന് പ്രസന്റ് ചെയ്തോ. തങ്കമണി ബാക്ക് ക്യാമറ ആണോ? ടോപ്പിലായിട്ട് കേട്ടോ, മുകളില് ഫോണിന്റെ ഒക്കെ മുകളില് ടോപ്പിലായിട്ട് 2 ആരോ മാർക്ക് പോലെ ഉണ്ട്. ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി. ആ സ്പീക്കർ ഉണ്ട്, ലിങ്ക് ഉണ്ട്, അതിന് നേരെ തന്നെ മുകളിലായിട്ട് 2 ആരോ മാർക്കാ? ഓക്കേടാ. മുകളിലായിട്ടിടാ. അത് തിരിച്ചു കാണിച്ചാലും മതി, ഫോൺ തിരിച്ചു കാണിച്ചാലും മതി. ഒരു മിനിറ്റ് ഞാൻ കാണിക്കാം. ഓക്കേടാ. ബാക്ക് ക്യാമറ മുകളിലായിട്ടുണ്ട്. ക്യാമറ ഓൺ ചെയ്യുമ്പോൾ തന്നെ 2 ആരോ മാർക്ക് മുകളിൽ വരും. ക്യാമറ ഓൺ ചെയ്താൽ വരും കേട്ടോ. മുകളിലായിട്ട് 2 ആരോ മാർക്ക് നോക്കി. ഒരു റൗണ്ട് ഷേപ്പില് മനസ്സിലായില്ല? ഒരു അതെ അതെ, റൗണ്ട് ഇതിലാ വരുന്നത്. ആരോ മാർക്ക് ഇങ്ങനെ ചുറ്റി നിൽക്കുന്നതാണ് വളഞ്ഞിങ്ങനെ, അതുകൊണ്ടാണ് 2 ആരോ മാർക്ക് പോലെ വരും. സ്ക്വയറോ ഓക്കെ. അല്ലെങ്കിൽ ഫോണിങ്ങനെ ചെരിച്ചു പിടിച്ച് കാണിച്ചാലും മതി. ഇങ്ങനെയാ? ഓക്കെ ഓക്കെ, കാണാലോ. അതായാലും മതി, നന്നായിരുന്നു കേട്ടോ. ഇത് ക്യാപിറ്റല്, സ്മോൾ ലെറ്റർ, നമ്പേഴ്സ്. ഓക്കെ നമ്പേഴ്സ്. ഓക്കെ, സെറ്റ് കേട്ടോ. ഇനി വേറെ ആരെങ്കിലും പ്രസന്റ് ചെയ്യാനുണ്ടോ? സ്റ്റെഫി. പറഞ്ഞോളൂ. ഓക്കെ, പ്രസന്റ് ചെയ്തോ കേട്ടോ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കേടാ. എല്ലാവരും ഏകദേശം കുറച്ച് പേരെങ്കിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവര് മറക്കാതെ കമന്റ് ചെയ്യാം കേട്ടോ.
എങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. സെറ്റ് ആരാ ആക്കട്ടെ. ചോദിക്കുന്നത്? സെറ്റ് ആക്കാട്ടെ കേട്ടോ മാം. ഓക്കേടാ. ശ്യാമ അല്ലേ? ഷൈമ. ഷൈമ. വേറെ ആരെങ്കിലും ഉണ്ടോ? ബിസ്മിയ. സ്നേഹ അറേഞ്ച് ചെയ്തിട്ടുണ്ടോടാ? ആ മിസ് ഞാനും അറേഞ്ച് ചെയ്തു. ഓക്കെ, സ്റ്റെഫിയും അറേഞ്ച് ചെയ്തു. 1 മിനിറ്റ് ബിസ്മിയെ കാണിച്ചിട്ട് കാണിക്കാട്ടോ. ഓക്കേടാ. നന്നായിട്ടുണ്ട് കേട്ടോ. നമ്പേഴ്സോ? മുകളിലായിട്ട്. ഓക്കെ. ഇവിടെ സ്മോൾ ലെറ്റർ, ഇതാണ് നമ്പേഴ്സ്. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് സ്റ്റെഫി പ്രസന്റ് ചെയ്തോടാ. എങ്ങനെയാ മിസ് അത് കാണിക്കുന്നേ? ക്യാമറ ഓൺ ചെയ്തിട്ട് എടാ, ക്യാമറ ഓൺ ചെയ്താലേ ആ ഒരു സിമ്പിൾ വരുള്ളൂ. മുകളിൽ വന്നാൽ നോക്കി 2 ആരോ മാർക്ക് പോലൊരു റൗണ്ട് പോലെ ഇങ്ങനെ ഫോം ചെയ്തിട്ടുണ്ട്. ആ സ്പീക്കറിന്റെ ഒക്കെ തൊട്ട് പുറത്തായിട്ട്. ഒന്ന് തിരിച്ചു കാണിച്ചാൽ. ഞാൻ തിരിച്ചു പിടിച്ച് കാണിക്കാം. ഓക്കെ. ക്യാപിറ്റൽ ലെറ്റർ കാണാം. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. സ്മോൾ ലെറ്റർ. ഓക്കെ. പിന്നെ നമ്പേഴ്സും കാണാം കേട്ടോ. സ്കൂള് ഡ്യൂട്ടിയിലാണ്, അന്നേരം എടുത്ത് വെച്ചോണ്ട് കാണിച്ചു. ഓക്കെ. പറഞ്ഞോ. മിസ്സേ, ഞാൻ ചെയ്തിട്ടുണ്ട്. വല്യാപ്പായ്ക്ക് വയ്യാത്തോണ്ട് ഞങ്ങൾ ഇവിടെ കുടുംബത്ത് വന്നു. അടുത്ത ക്ലാസ്സിൽ കാണിച്ചാൽ മതിയോ? മതി. ഓക്കേടാ, കുഴപ്പമില്ല. ബാക്കിയുള്ളവർ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നെക്സ്റ്റ് ആക്ടിവിറ്റി പ്രസന്റ് ചെയ്യുമ്പോൾ ഇതും കൂടി ഒന്ന് ആഡ് ചെയ്ത് പ്രസന്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിക്കാം. എന്റെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ. ഇന്ന ആക്ടിവിറ്റീസ് പറഞ്ഞു. ഓക്കെ. അപ്പൊ ഇന്ന ആക്ടിവിറ്റി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു നെക്സ്റ്റ് ആക്ടിവിറ്റിയോടൊപ്പം ആഡ് ചെയ്ത് കാണിച്ചാൽ മതി കേട്ടോ. ഓക്കെ. എടാ, റെക്കോർഡ് ക്ലാസ് കാണുന്നവരോട് പറയാനുള്ളത്, നിങ്ങളിത് ഇതേ ടൈമിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കണം നിങ്ങളുടെ കയ്യിൽ. ദെൻ വൈവയുടെ ടൈം ആവുമ്പോൾ ടീച്ചേഴ്സ് വാല്യൂ ചെയ്തോളൂ. ഓക്കെ. പിന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യിച്ച് ഈ ടൈമിൽ പ്രസന്റ് ചെയ്യിക്കാനൊരു റീസൺ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഇത്രയും മെറ്റീരിയൽസ് ഒരുമിച്ച് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് തരുമ്പോൾ അത് ഭയങ്കര പാടായിരിക്കുള്ളൂ. നിങ്ങൾക്ക് റെക്കോർഡ് എഴുതേണ്ട വരും, അതേപോലെ തന്നെ എക്സാമിന് പഠിക്കേണ്ടി വരും. അപ്പൊ ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഒത്തിരി ആ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പതുക്കെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഓരോന്നായിട്ട് തരുന്നത്. ഓക്കെ. പ്രസന്റ് ചെയ്താലും നോട്ട് ചെയ്ത് വെച്ചേക്കോ. അപ്പൊ ചെയ്യാത്ത അറിയുന്നത് അങ്ങനെയല്ല. നമ്മൾ വൈവയുടെ ഇത് മെയിൻ ആയിട്ട് മാർക്ക് എൻ്റർ ചെയ്യുന്നത് നമ്മൾ വൈവയുടെ സമയത്താണ്. ഓക്കെ, മാർക്ക് നമ്മൾ ഇടുന്നത് വൈവയുടെ സമയത്താണ്. ഇപ്പൊ നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ ഇപ്പൊ നോട്ട് ചെയ്ത് പറയും. ഇപ്പൊ നമ്മൾ ചാർട്ടിൽ പ്രസന്റ് ചെയ്തില്ലേ ഒരു കുട്ടി, അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യണം? കാർഡാക്കണം. കാരണം ഇന്ന് വരുന്ന ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ആൽഫബറ്റ്സ് ചാർട്ടും ആൽഫബറ്റ്സ് നമ്പർ ചാർട്ടും ആണ് ഇനി വരുന്ന ആക്ടിവിറ്റി. അപ്പൊ നമ്മളത് കാർഡാക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പറഞ്ഞു തരാനായിട്ട് പറ്റും. ഓക്കെ. അതേപോലെ നമ്മുടെ ആ ലോഡ് പതുക്കെ നമ്മുടെ ആ ഒരു ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഓരോന്ന് ചെയ്ത് ലാസ്റ്റ് നമ്മൾ വൈവയുടെ ടൈം ആകുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ ഒത്തിരി മെറ്റീരിയൽസ് ഉണ്ടാവും. നിങ്ങളുടെ കയ്യിൽ ഒത്തിരി മെറ്റീരിയൽസ് ഉണ്ടാവും ഈ ടീച്ചേഴ്സിനെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന. ഒരുമിച്ച് ഇതെല്ലാം കൂടി ചെയ്യാന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ടഫ് ആയിരിക്കുള്ളൂ. അതുകൊണ്ടാണ് പതുക്കെ ഒരു ചെറിയ മെറ്റീരിയൽസ് ചെയ്യിക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത ആക്ടിവിറ്റി ഞാൻ തരട്ടെ. സാൻഡ് പേപ്പർ കട്ട് ചെയ്ത് പാട് വിട്ടില്ലേ? ഇനി ചെറിയൊരു ആക്ടിവിറ്റി, ചെറുതെന്ന് പറയാൻ പറ്റില്ല, നമ്മള് റിലേറ്റിംഗ് ടു എന്താണ് ആൽഫബറ്റ്സും നമ്പർ തന്നെ റിലേറ്റ് ചെയ്യുന്നതാണ്. ആൽഫബറ്റ് ചാർട്ടാണ് ഇനി നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടത്. ഞാൻ കാണിക്കാം. പക്ഷെ എനിക്ക് ഫ്രണ്ട് ക്യാമറ അല്ല ബാക്ക് ക്യാമറ ഓൺ ആവുന്നില്ല. ഓക്കെ, എന്നാ ഒരു കാര്യം ചെയ്തേ, അതിന് ബാക്ക് ക്യാമറ ഓൺ ആവുന്നില്ല, ഫ്രണ്ട് ക്യാമറ ഓൺ ആവും, 2 ക്യാമറ ഓൺ ആവുന്നില്ലേ? ഓക്കെ. ശ്യാമ, ഓക്കെ, ഫോൺ ചെരിച്ചു പിടിച്ച് കാണിച്ചാൽ മതി. ഓക്കെ, കാണാട്ടാ. ക്യാപിറ്റൽ ലെറ്റർ ഭയങ്കര വലുതായിട്ടാണല്ലോ ചെയ്തിരിക്കണേ. നന്നായിട്ടുണ്ട്.
ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. നമ്പേഴ്സ് നന്നായിട്ടുണ്ട്, വലുതാക്കി തന്നെ ചെയ്തിരിക്കണം അല്ലെ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ ചെയ്യേണ്ട നെക്സ്റ്റ് ആക്ടിവിറ്റി ആണ് ഞാനിപ്പോ കാണിക്കുന്നത്. ആൽഫബറ്റ് ചാർട്ട് എന്ന് പറയും. കാണുന്നുണ്ടോ എല്ലാവരും? ഇതാണ് ആൽഫബറ്റ് ചാർട്ട്. സോ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. ഒരു ചാർട്ടിൽ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ചാർട്ടിൽ തന്നെ ചെയ്യണേ. ചാർട്ട് പോലെ അത്യാവശ്യം വലുതാക്കി തന്നെ നിങ്ങൾ ഇത് ചെയ്യണം. ഇപ്പൊ ഇതിൽ സ്മോൾ ലെറ്ററിന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററും കൂടി വേണം കേട്ടോ. സ്മോൾ ലെറ്ററും വേണം, ക്യാപിറ്റൽ ലെറ്ററും വേണം. അപ്പൊ അതേപോലത്തെ ആൽഫബറ്റ് ചാർട്ട് കാണിച്ചു തരാം. കണ്ടോ? കാണുന്നുണ്ടോ? ഇതിൽ പേര് എഴുതിയിട്ടില്ല എന്ന് വെച്ചാൽ ഇപ്പൊ ഓരോന്നിനും ഇപ്പൊ ബി ഫോർ ബോൾ എന്നുള്ള പേരും കൂടി നമ്മൾ ആ ബോളും കൂടി എഴുതണം കേട്ടോ. ക്യാപിറ്റലിനും സ്മോൾ ലെറ്റേഴ്സിനും സെപ്പറേറ്റ് ഉണ്ട്. ഇതുപോലത്തെ ഇങ്ങനെ തന്നെ വലിയ ചാർട്ട് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അങ്ങനത്തത് ആക്കിയാൽ മതിയോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ എഴുതണം? നമ്മൾ തന്നെ ചെയ്യണം. ഓക്കെ. ഒരു ഡൗട്ട് കൂടെ. അപ്പോഴേ നമ്മള് വരയ്ക്കണോ അതോ നമ്മള് പിക്ചർ എടുത്ത് പേസ്റ്റ് ചെയ്തിട്ട് എഴുതിയാൽ മതിയോ? ഇപ്പൊ പിക്ചർ വരയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഞാൻ പിക്ചർ വരയ്ക്കാനേ പറയുള്ളൂ, കാരണം അതായിരിക്കും എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിള്. ഇനി പിക്ചർ വരയ്ക്കാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ഇമേജ് പേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഈ ആൽഫബറ്റിന്റെ എയും ബിയും സിയും അങ്ങനെയുള്ളതൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ കൈ കൊണ്ട് തന്നെ എഴുതണം. താഴെ എന്റെ പേര് എഴുതിക്കുന്നുണ്ടോ, ആപ്പിൾ എന്നൊക്കെ, അതൊക്കെ നമ്മൾ കൈ കൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ. സർക്കിള് വരച്ച അപ്പുറം ഇപ്പുറം മുട്ടാത്ത ഞാൻ അതുകൊണ്ടാ ചോദിച്ചത്. ഞാനാണെങ്കിൽ പിക്ചേഴ്സ് വരയ്ക്കാൻ ശ്രമിക്കൂ കേട്ടോ. കാരണം നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്, ചെറിയ ചെറിയ പിക്ചേഴ്സ് ഒക്കെ വരയ്ക്കാൻ പറ്റുന്നുണ്ടോന്ന്. ഞാനും വലുതായിട്ട് പിക്ചർ ഒന്നും വരയ്ക്കില്ല, ട്രേസ് ഒക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് പിക്ചർ വരയ്ക്കും. മാം ക്യാപിറ്റൽ സ്മോൾ ലെറ്റേഴ്സ് സെപ്പറേറ്റ് ചാർട്ടിൽ വേണോ? വേണ്ട വേണ്ട, ഒറ്റ ചാർട്ട്. ഒന്നിച്ച് മതി. ചാർട്ട് കണ്ടോ, ഒരുമിച്ച് മതി. ആൽഫബറ്റ്സിന്റെ എയും സ്മോൾ ലെറ്റർ എയും പിന്നെ ആ ഇമേജും പിന്നെ അതിന്റെ പേരും ഓക്കെ ഒറ്റ ചാർട്ട് മതി. ക്ലിയർ ആയോ? ആൽഫബറ്റ് ചാർട്ട് ക്ലിയർ ആയോ? കാണിച്ചിരിക്കുന്ന പോലെ ചെയ്താൽ മതിയോ? രണ്ടും കൂടെ ഒന്നിച്ച് എഴുതിയിട്ട് മതി. മുകളിലോ താഴെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഇപ്പൊ പിക്ചർ മുകളിൽ പറഞ്ഞിട്ട് താഴെ അക്ഷരം എഴുതാം, അല്ലെങ്കിൽ അക്ഷരം കാണിച്ചിട്ട് അല്ലെങ്കിൽ ആൽഫബറ്റ് കാണിച്ചിട്ട് താഴെ പിക്ചർ വരയ്ക്കാം. നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ല, ഇതുപോലെ തന്നെ എ ബി സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും ഒന്നിച്ച് എഴുതി ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ അല്ലേ? അത് ചെയ്യണം കേട്ടോ. പടം നമുക്ക് ഒട്ടിക്കാമല്ലോ അല്ലേ? ഒട്ടിക്ക, കുഴപ്പമൊന്നുമില്ല. പടം വരയ്ക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം. ഓക്കെ, പറഞ്ഞോട്ടെ തങ്കമണി. നമ്മൾ ആൽഫബറ്റ് അക്ഷരങ്ങൾ നമ്മൾ വേറെ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കണം, അതിൽ തന്നെ എങ്ങനെ എഴുതിയാൽ മതിയോ? ചാർട്ടിൽ എഴുതിയാൽ മതിയോ? മനസ്സിലായില്ല. അല്ല, ചാർട്ടിൽ എഴുതിയാൽ മതി. ആൽഫബറ്റ്സ് ചാർട്ടിൽ എഴുതിയാൽ മതി. പിക്ചേഴ്സ് മാത്രം പേസ്റ്റ് ചെയ്താൽ മതി. പിക്ചേഴ്സ് വരയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ വരയ്ക്കാൻ ശ്രമിക്കാം. ഓക്കെ, നമുക്ക് വരയ്ക്കാനുള്ള കഴിവ് ഉണ്ടാകും, അതെവിടെയെങ്കിലും മറന്നിട്ട് കിടക്കായിരിക്കും. സോ ഇങ്ങനെ നമുക്ക് അവസരം കിട്ടുമ്പോഴല്ലേ നമുക്ക് ചെയ്യാൻ പറ്റാം. സോ അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്കിട്ടോ. ഇത് ചാർട്ടിലല്ലേ മിസ് ചെയ്യുന്നത്? ഇത് ചാർട്ടാണ് കേട്ടോ, ആൽഫബറ്റ് ചാർട്ട് എന്നാ പറയുന്നത്. ചാർട്ടിലാണ് ചെയ്യേണ്ടത്. നമ്പേഴ്സോ മാം? നമ്പേഴ്സ് കാണിച്ചത്, നമ്പേഴ്സ് 1 മുതൽ 10 വരെയാണ് നമ്പർ ചാർട്ടിൽ വരുന്നത്. അത് ഞാൻ കാണിച്ചില്ല കേട്ടോ. കണ്ടോ? ഇതിപ്പോ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്ന്. ഇതിലിപ്പോ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് 1 എന്ന് എഴുതിയിട്ട് ONE 1 എന്ന് എഴുതണം, എന്നിട്ട് ഒരു ഇമേജ് കൊടുക്കണം. 2 എന്ന് എഴുതിയിട്ട് TW, അങ്ങനെ ഓരോന്നിന്റെയും ആ പേരും കൂടി അവിടെ നോട്ട് ചെയ്യണം കേട്ടോ. നോക്കട്ടെ വേറെ കേട്ടോ, ഇതേപോലെ കേട്ടോ. മനസ്സിലായോ? കംഫർട്ടബിൾ ആയിട്ടോ നിങ്ങൾക്ക് ചെയ്യാം. ഇതിൽ പിക്ചേഴ്സ് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ പിക്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ല മനോഹരമായിട്ട് പ്രസന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ ആണോ? എന്താണ് നമ്പേഴ്സ് വേറെ ചാർട്ടിലാണ്? വേറെ ചാർട്ടിലാണ് ചെയ്യുന്നത്.
ഓക്കെ, 1 മിനിറ്റ്. എന്നത്തേക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും? മാം പറഞ്ഞു. മാം പറയും 2 വീക്സ് ആണോ 1 വീക്ക് വേണോ? 2 weeks. ഓക്കെ, 23rd കേട്ടോ. ഓക്കെ അല്ലേ? 23rd ജാനുവരി. എല്ലാവരും ചെയ്യണം കേട്ടോ. കാരണം സാൻഡ് പേപ്പർ നല്ല പാടാന്ന് എനിക്കും അറിയാം. അത് കട്ട് ചെയ്തെടുക്കാനൊക്കെ ടൈമൊക്കെ ഒത്തിരി എടുക്കും. പക്ഷെ നമ്പർ ചാർട്ട്, ആൽഫബറ്റ് ചാർട്ട് നിങ്ങൾക്ക് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ? സാൻഡ് പേപ്പറിലാണോ ചെയ്യേണ്ടത്? എന്താണ്? ഇത് സാൻഡ് പേപ്പറിലാണോ ചെയ്യേണ്ടത്? അല്ലല്ല, നമ്പേഴ്സ് വെറുതെ ചാർട്ടില്, സിമ്പിൾ ആയിട്ട് നമ്മുടെ ചാർട്ടില്, ചാർട്ട് പേപ്പറിൽ അല്ല മാം, നമ്പേഴ്സ് ഈ ABCD സ്മോൾ ലെറ്റേഴ്സ് അല്ലേ? എഴുതിയാ മതി. ഡേറ്റ് ഒന്നും കൂടെ പറയാമോ? 23rd. മാം ഒരു ഡൗട്ടും കൂടെ ഉണ്ട്. നമ്മളിപ്പോ 1 എഴുതിയിരുന്നില്ലേ മാം? നമ്മളിപ്പോ 1, 2, 3 അങ്ങനെ 1, 2, 3 വരെ നമ്മൾ 10 വരെ എഴുതിയിട്ട് നമ്മൾ ONE1 അങ്ങനെ എഴുതിയിരുന്നു. കൂടാതെ പിക്ചർ ഒട്ടിക്കണോ? 1 അങ്ങനെ 2 ചിത്രങ്ങൾ അങ്ങനെ പിക്ചർ ഒട്ടിക്കണോ? 1 എഴുതണം, ONE1 എഴുതണം. ONE1 ആണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ ഒരു ഐസ്ക്രീമിന്റെ ഇമേജ് കൊടുക്കാം. 2 എഴുതാം, TWO എഴുതാം, 2 ഐസ്ക്രീം. 3 എഴുതാം, THRE എഴുതാം, 3 ഐസ്ക്രീം. അങ്ങനെ ആ ഡിഫറൻസ് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ 1, 2, 3 മാം നമ്മളത് ചാർട്ട് ഇങ്ങനെ വെട്ടിയെടുക്കണ്ടല്ലോ, എഴുതിയ പോരെ 1, 2, 3 എഴുതിയാൽ മതി. നിങ്ങൾ വരച്ചിട്ട് നല്ല ഭംഗിയിൽ അതിങ്ങനെ ഷെയ്ഡ് ചെയ്ത് നല്ല രീതിയിൽ അപ്പൊ ഗോൾഡ് ഒക്കെ ചെയ്ത് കാണിച്ചാൽ മതി. അല്ല മാം, നേരത്തെ ആൽഫബറ്റ്സിൽ കാണിച്ചല്ലോ, അതില് AB ഒരു ചെറിയൊരു ചാർട്ടിൽ എഴുതി ഞങ്ങളിപ്പോ ചെയ്തില്ലേ, അത് ഒട്ടിച്ചിരിക്കുന്നു കണ്ടല്ലോ, വലിയ ചാർട്ടിലും ഒട്ടിച്ചിരിക്കല്ലേ അത്? ഏതാണ് മനസ്സിലായില്ല? ആൽഫബറ്റ്സിൽ മാം കാണിച്ചതല്ലേ ഫസ്റ്റ്? ഇത് A സ്മോൾ എടാ യെല്ലോ കളറിലെ ചാർട്ടില് ചിലപ്പോ അതൊരു അല്ലെങ്കിൽ അത് ജസ്റ്റ് ഗ്രാഫ് കളർ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഇത് ഇതേപോലെ ചെയ്താൽ മതി, സിമ്പിൾ ആയിട്ട്. അത് മൊത്തം എഴുതിയാൽ മതി. ആൽഫബറ്റ്സ് എഴുതിയിട്ട് പിന്നെ ചിത്രം വേണമെങ്കിൽ വരച്ചിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഒട്ടിക്കുകയും ചെയ്യാം അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ല എല്ലാവർക്കും? അടിയിൽ അത് എന്താണ് എഴുതണ്ടേ? അത് വേണം. ആ ഇമേജിൽ അതില്ല. ഞാൻ വേറൊരു ഇമേജ് കൂടി കാണിച്ചു തരാം ഇതേപോലെ. പക്ഷെ ഫുൾ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. എനിക്കറിയാം ആൽഫബറ്റ് ചാർട്ട് ഒക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് അവൈലബിൾ ആണ്. സോ ഫുൾ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് വരില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ കൊണ്ട് എഴുതാൻ പറ്റുന്നൊക്കെ എഴുതാം. എന്നിട്ട് ബാക്കി നിങ്ങൾ എന്ത് ചെയ്യാം നോക്കാം കേട്ടോ. പിക്ചേഴ്സ് പേസ്റ്റ് ചെയ്തോ, കുഴപ്പമില്ല കേട്ടോ. മാം ഒരു ഡൗട്ട് കൂടെ. പിക്ചേഴ്സ് പേസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗിൽ തന്നെ ആൽഫബറ്റ് എന്നും സ്മോൾ ലെറ്റർ എന്നും ആപ്പിൾ, ഇപ്പൊ A ഫോർ ആപ്പിൾ, അപ്പൊ ആപ്പിൾ എന്ന് എഴുതി അതിന് മാർക്ക് പോകത്തില്ലല്ലോ? ഇല്ല, പിക്ചേഴ്സ് പേസ്റ്റ് ചെയ്യണം. ഫുള്ളായിട്ട് നമ്മൾ ചില കുട്ടികളെ ഈ ആൽഫബറ്റ് ചാർട്ട് എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ച് അതേപോലെ തന്നെ പ്രസന്റ് ചെയ്യോടാ. എന്ന് പറഞ്ഞിട്ട് ഫുള്ളായിട്ട് ആൽഫബറ്റ് ചാർട്ട് മാർക്കർ കൊണ്ട് എഴുതിയാ പോരെ അല്ലേ? മാർക്കറോ സ്കെച്ചോ ക്രയോൺസ് ഇപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട് എഴുതിയിട്ട് ക്രയോൺസ് കൊണ്ട് ബോൾഡ് ക്രയോൺസ് വെച്ചിട്ട് ഷെയ്ഡ് ചെയ്താലോ എങ്ങനെയായാലും കുഴപ്പമില്ല. മിസ് ഇപ്പൊ 1 to 10 പറഞ്ഞില്ല, അതിപ്പോ ഞാനൊരു ഉദാഹരണമാണ്. ഇപ്പൊ 1-ന് 1 ബോള്, 2-ന് 2 ബോള്, 3-ക്ക് 3 ബോള്, അങ്ങനെ അതാവുമ്പോ സിമ്പിൾ വേഗം വേഗം കഴിയല്ലോ. അങ്ങനെല്ലാം ചെയ്യലല്ലേ? അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് കംഫർട്ടബിൾ. ഇപ്പൊ ഫ്രൂട്ട്സ് ആണെങ്കിൽ ആദ്യം ഒരു ആപ്പിൾ കൊടുക്കാം, രണ്ടാമത്തേല് 2 മാംഗോ കൊടുക്കാം, മൂന്നാമത്തേല് 3 ഗ്രേപ്സിന്റെ കൊടുക്കാം, 4 വാട്ടർമെലൺ കൊടുക്കാം. അപ്പൊ ഒരു ഫ്രൂട്ട്സും കൂടി പഠിക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തീം ഉണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടേതായ രീതിയിൽ. മിസ് നമ്പേഴ്സിന്റെ പിക്ചർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നില്ല? ഞാൻ കണ്ടിട്ടില്ലേനു. ബേബിക്ക് ഫീഡ് ചെയ്യാൻ പോയപ്പോ ഒന്നുകൂടെ കാണിച്ചു തരും അതിന്റെ ഒരു പിക്ചർ. ഇതാടാ നിങ്ങൾ നല്ല നമ്പേഴ്സ് വേറെ കാണിച്ചു. ഇപ്പത്തെ KG LK UKG ബുക്കിലൊക്കെ ഇതുണ്ട് അറിയും. ചെറിയ കുട്ടികളിലൊക്കെ മനസ്സിലാവും. എന്റെ മോന്റെ ബുക്കിലുണ്ട് നിറയെ ഇത് തന്നെ. അത് ചെറിയ മനസ്സിലാകാത്തോന്നുണ്ട്. ഇത് മാം പറഞ്ഞേ അത് നോക്കി നമ്മൾ അത് നോക്കിയിട്ട് വരയ്ക്കാൻ നോക്കാം കേട്ടോ. അത് ചിലത് അതേപോലെ വരയ്ക്കാനായിട്ട് പറ്റുമോ നോക്ക്.
സിമ്പിൾ ആയിട്ടാണ് ഇമേജ് വരുന്നത്. നമ്പേഴ്സിന് ശരിക്കും സിമ്പിൾ ആയിട്ടുള്ള ഇമേജ് വരുന്നത്. മറ്റേ പിക്ചർ മാത്രം നമ്പേഴ്സ് ഇത് അനിമൽസാ വന്നിരിക്കുന്നത്. അവരുടെ തീം അനിമൽസ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സ് കൊടുക്കാം. കണ്ടോ? ചാർട്ടിലാണോ ചെയ്യേണ്ടത്? ചാർട്ടിൽ തന്നെ ചെയ്യാൻ നോക്കോ. ഒരു അത്യാവശ്യം വലിയ ചാർട്ട് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത്രയും നമ്പർ ഇങ്ങനെയും ചെയ്തൂടെ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ആ അങ്ങനെയാണ് ചെയ്യാം. നമ്പർ ചാർട്ട് കേട്ടോ. ഓക്കെ. ചാർട്ടിന്റെ സൈസ് നോർമൽ ഒരു ചാർട്ട് മതിയല്ലോ, അതിന് ഹാഫ് A4 സൈസ് ഉണ്ടായാൽ മതിയല്ലേ? മതിയാവുമായിരിക്കും. A4ന്റെ സൈസ് മതിയാവുമായിരിക്കും നമ്പർ ചാർട്ടിന്. ഓക്കെ. കാരണം അത്രയും ഒരുപാട് പോവില്ലടാ. നമ്മൾ എത്ര വലുതാക്കിയാലും ഏകദേശം A4 സൈസിലേക്കൊക്കെ വരുള്ളൂ. A4 ഷീറ്റിൽ അത്ര മതിയോ? A4 ഷീറ്റിൽ ചെയ്തിട്ട് ചാർട്ടിൽ സ്പേസ് ചെയ്താൽ മതിയോ? അല്ല, അത്ര ചാർട്ടിൽ സൈസ് മതിയോ? A4ന്റെ സൈസ് മതിയോ? അതായിരിക്കുള്ളൂ. ആ സൈസ് വരുള്ളൂ. A4 നല്ല ചെറുതായി പോവില്ല. നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും. ഓക്കെ, മോനൊരു കാര്യം ചെയ്യാം. A4 ചാർട്ടിന് പകരം മോന് ചാർട്ടിലേക്ക് ചെയ്യാം. എന്നിട്ട് അത് കട്ട് ചെയ്താൽ മതി. കറക്റ്റ് സൈസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അതിന്ന്. മനസ്സിലായോ? മിസ്, കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് ബുക്കിൽ മേ ബി അങ്ങനെ അത്രയും വരാൻ ചാൻസ് ഉള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്കൂ. ഓരോരുത്തരുടെ ഹാൻഡ് റൈറ്റിങ്ങും അവർ ഒട്ടിക്കുന്ന പിക്ചേഴ്സ് ഒക്കെ അനുസരിച്ച് മാറൂലേടത്. ചാർട്ടിൽ തന്നെ ചെയ്യാൻ നോക്കുക. എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും നമുക്ക് അത്രത്തോളം ഭംഗിയാക്കാം അല്ലെ? ഏതായാലും വലിയൊരു ചാർട്ട് ഉണ്ടല്ലോ കയ്യില്, അത് യൂസ് ചെയ്യാലോ. ഒരു ചാർട്ട് വാങ്ങിച്ച് രണ്ടാക്കിയാൽ രണ്ടിനും ചെയ്യാം അല്ലേ? ഒരു ചാർട്ട് വാങ്ങിച്ചിട്ട് രണ്ടാക്കിയാൽ രണ്ടും ചെയ്യാം. അതെ, രണ്ടും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്ന ടോപ്പിക് അല്ലേ? ദെൻ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാൻ തിരിച്ച്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത ചാപ്റ്റർ ഏതായിരുന്നു? 3 ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്. യൂണിറ്റ് 3 ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റ്. അതിന് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കിട്ടിയോ? കാർബോഹൈഡ്രേറ്റ്സ് പറഞ്ഞോളൂ. എന്താ കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ആയില്ലേ? കംപ്ലീറ്റ് ആയില്ലല്ലോ. ഇല്ല അല്ലേ? ഓക്കെ ഓക്കെ, 1 മിനിറ്റ്. കാർബോഹൈഡ്രേറ്റ് മിനറൽ സാൾട്ട് മിനറൽ സാൾട്ട് ആണ് പഠിപ്പിക്കാനുള്ളത്. പേജ് നമ്പർ 12 കേട്ടോ. ഓക്കെ, ഇനി വരുന്നത് മിനറൽ സോൾട്ട് ആണ്. അതില് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അയൺ, കോപ്പർ, അയഡിൻ കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. ഈ മിനറൽ സോൾട്ട് ഒക്കെ നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. ഇപ്പൊ അയൺ ഡെഫിഷ്യൻസി കാരണം നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസ് വരും ഇല്ലേ? അയൺ ഡെഫിഷ്യൻസി കാരണം അനീമിക് പോലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെന്താണ്, കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോൺ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരും. അയഡിൻ കുറഞ്ഞു കഴിഞ്ഞാൽ തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരും. സോ ഇത് റിച്ച് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ഇതെല്ലാം നമുക്ക് കുട്ടികൾക്ക് ഫുഡിൽ നിന്നാണ് ഈ പറഞ്ഞിട്ടുള്ള മിനറൽസ് കിട്ടുന്നത്. സോ നമ്മളത് ഈ പറയുന്ന കാര്യങ്ങൾ കുട്ടികളുടെ ഫുഡിൽ അല്ലെങ്കിൽ ഡയറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ബോഡി ഫങ്ഷനിങ്ങിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ് മിനറൽ സോൾട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഗ്രോത്തിനും നമ്മുടെ ബോഡിയുടെ റിപ്പയർസിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് മിനറൽ സോൾട്ട്. സോ നമ്മളിത് എന്ത് ചെയ്യണം, നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് അവർക്ക് ഗ്രോത്തിനും ഒക്കെ നമ്മുടെ സെൽസിനൊക്കെ ഇത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ മിനറൽ സോൾട്ട് ഒരാൾ വായിക്കാം കേട്ടോ. ഞാൻ വായിക്കാം മാം. ഞാൻ വായിക്കാം. ഓക്കെ, മിനറൽ സോൾട്ട്
Mineral salt are important for the normal functioning of the human body. It is required for the growth and repair of tissues. Some of the very important minerals are calcium, phosphorus, potassium, iron, copper, iodine, etc. Their source are butter, milk, cheese, fish, egg, meat, liver, pineapple, ground nuts, etc. Thank you. ഓക്കെ. ഈ അയഡിന്റെ സോഴ്സ് അവിടെ പറഞ്ഞിട്ടില്ല. അയഡിൻ നമ്മള് ഈ സീ ഫുഡ് ഉണ്ടല്ലോ, സീ ഫുഡിൽ റിച്ച് ആണ് അയഡിൻ. അയഡിൻ എന്ന് പറയുന്നത് നമ്മള് അയഡിൻ എന്ന് പറയുമ്പോൾ സോൾട്ട് ആണ് മെയിൻ ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ അത് നമ്മളെന്താ പറയാ, ഇന്ദുപ്പ് കേട്ടിട്ടുണ്ടോ നിങ്ങളത്? ഒരു പിങ്ക് കളറിലൊരു ഉപ്പ് ശ്രദ്ധിച്ച എന്തോ സാധാരണ നോർമൽ സോൾട്ടിനേക്കാളും കുറച്ചും കൂടി റേറ്റ് എങ്ങാണ്ട് കൂടുതലുള്ളൂ. അപ്പൊ ആ ഒരു സോൾട്ടിൽ കുറച്ച് കൂടുതലായിട്ട് അയഡിന്റെ കണ്ടന്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ തൈറോയിഡ് അയഡിൻ കുറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികളിൽ അയഡിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് കുട്ടികൾക്ക് തൈറോയിഡ് പോലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് പറയാൻ കാരണം എനിക്ക് തൈറോയിഡ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഞാൻ എന്തെങ്കിലും ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഇങ്ങനെ സെൽ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ആയിട്ട് ഈ ഒരു ഭാഗത്ത് അത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരു ബട്ടർഫ്ലൈ പോലെ മുന്നീട് ഇറക്കുമ്പോൾ ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ വരും. നിങ്ങൾക്ക് ചിലപ്പോൾ ക്യാമറകളായതുകൊണ്ട് കാണാൻ പറ്റാത്തതാണ്. അപ്പോ എന്റെ ഫാമിലിയില് ഞാൻ കുഞ്ഞായിരിക്കുമ്പോ മുതല് എന്താണ് എന്റെ അച്ഛന് പ്രഷർ ഉണ്ട്. അച്ഛന് പ്രഷർ ഉള്ളതുകൊണ്ട് തന്നെ വീട്ടിൽ സോൾട്ടിന്റെ ഉപയോഗമില്ലേ കുറവായിരുന്നു, വളരെ കുറവായിരുന്നു. കാരണം വീട്ടിൽ കറിക്കോ അല്ലെങ്കിൽ നമ്മളിപ്പോ ചോറ് വെക്കുകയാണെങ്കിൽ പോലും സോൾട്ട് ഒന്നും യൂസ് ചെയ്താലും ചോറിൽ ഉപ്പിടില്ല. അങ്ങനെയായിരുന്നു ചെറുപ്പം മുതലേ ശീലിച്ചിരുന്നത്. ഇതെല്ലാം പറഞ്ഞതാണോ? ഓക്കെ, അപ്പൊ അന്ന് പറഞ്ഞല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഒരു മിനിമം എമൗണ്ട് ഓഫ് സോൾട്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അപ്പൊ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് നമ്മുടെ കുട്ടികളുടെ ഫുഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യട്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് ഹെൽത്തിന് വേണ്ട ഒരു ഫാക്ടറാണ് വൈറ്റമിൻസ് എന്ന് പറയും. നമുക്ക് വൈറ്റമിൻസ് സ്മോൾ ക്വാണ്ടിറ്റിയിലേ നമുക്ക് ഫുഡ് ഐറ്റംസ് വൈറ്റമിൻസ് കിട്ടുള്ളൂ. സോ അത് നമ്മുടെ കുട്ടികളിൽ എന്ത് ചെയ്യണം, വൈറ്റമിൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളും നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. നമുക്ക് 2 ടൈപ്പ് വൈറ്റമിൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് ഫാറ്റ് സോളബിൾ വൈറ്റമിൻസും മറ്റൊന്ന് വാട്ടർ സോളബിൾ വൈറ്റമിൻസും. നമ്മൾ ഫാറ്റ്സിന്റെ ആ ഒരു പോർഷൻ പറഞ്ഞു ചില വൈറ്റമിൻസ് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് അബ്സോർബ് ആവുള്ളൂ എന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ? ഓക്കെ, അത് എന്താണ് ഫാറ്റ് സോളബിൾ വൈറ്റമിൻസ് ആണ്. A, D, E, K ആണ് ഫാറ്റ് സോളബിൾ വൈറ്റമിൻസ്. വാട്ടർ സോളബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ B and C. അപ്പൊ നിങ്ങൾ നോക്കണം വൈറ്റമിൻ A, D, E, K ഏതൊക്കെ ഫുഡ് ഐറ്റംസിലാണ് കൂടുതലായിട്ട് റിച്ച് ആയിട്ടുള്ളത്. നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി നിങ്ങൾ കേട്ടോ. ഇതിലൊരു പേപ്പറിൽ ഞാനതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അതൊന്ന് മിസ്സായിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, വൈറ്റമിൻ A ഉള്ള ഫുഡുകളാണ്. ഓക്കെ, ഏതൊക്കെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിഷ് ഓയില്, ലിവർ, ചീസ്, സ്പിനാച്ച്, ക്യാരറ്റ്, എഗ്, ഇതിലൊക്കെ എന്താണ് വൈറ്റമിൻ A ഉണ്ട്. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങില്ലേ, അതില് നന്നായിട്ടുണ്ട്. നമ്മൾ വൈറ്റമിൻ A ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഈ ഒരു എന്താ പറയാ സ്വീറ്റ് പൊട്ടറ്റോ ഇൻക്ലൂഡ് ചെയ്താൽ മതി. പിന്നെ ഗ്രീൻ ഓനിയൻസ്, ഓനിയൻസ് പിക്കിൾസ്, ഓനിയന്റെ ഗ്രീൻസ് ഇല്ലേ, അതിലൊക്കെ എന്താണ് ഈ വൈറ്റമിൻ A ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമ്മൾ കുട്ടികളുടെ ഫുഡിൽ ഒരു ദിവസമെങ്കിലും ആ ഒരു ഡിഷ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. വൈറ്റമിൻ D മെയിൻ ആയിട്ട് എങ്ങനെയാ കിട്ടുന്നത്? പിന്നെ നമുക്ക് ഫുഡിൽ നിന്നും കിട്ടും. ഫുഡും നമ്മൾ നോക്കുക കേട്ടോ. ഓക്കെ, വൈറ്റമിൻ D റിച്ച് ആയിട്ടുള്ള ഫുഡ്സും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം. ചെറുപ്പത്തിൽ നമ്മൾ കുഞ്ഞു കുട്ടികളുടെയൊക്കെ കേസിൽ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ്സ് കൊടുക്കും. ഓക്കെ, നല്ല പ്രശ്നം മാം ഈ വൈറ്റമിൻ ഡി. ഈ വൈറ്റമിൻ ഡി കുറഞ്ഞു പോയാൽ നല്ല ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല എന്നിട്ട് സപ്ലി എടുക്കേണ്ടി വന്നു 8 ആഴ്ച. സപ്ലിമെന്റ് എടുക്കേണ്ടി വരും. ഞാൻ ഹോസ്പിറ്റലിൽ
അസുഖങ്ങൾ വരാനായിട്ട് കാരണമാവും. നമുക്ക് പല എപ്പോഴും സൂക്കടായിട്ട് ഇമ്മ്യൂണിറ്റി പോവും. കുറഞ്ഞു പോകും. ആ അതെ അതെ അതെ, പല സൂക്കടായിട്ട് പോവും. ഓരോ ദിവസവും ഓരോ പ്രശ്നമായിരിക്കും. ഡോക്ടേഴ്സിന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ചിലപ്പോൾ നമ്മൾ സയൻസിലേക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതെ, വൈറ്റമിൻ നെഞ്ഞൊക്കെ നല്ല ടെസ്റ്റ് മീനിക്കും, ചെയ്താൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. നെഞ്ഞിന്റെ അവിടെയൊക്കെ നല്ല വേദനയായിരിക്കും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി. ലാസ്റ്റ് എന്നെ ചീത്ത പറഞ്ഞു ഡോക്ടർ. ഞങ്ങൾ ഇത്രയും കമ്മിയാക്കിയിട്ട്, അതായത് 4 ആയി. അങ്ങനെ ഒരുപാട് കുറഞ്ഞിട്ട് അഡ്മിറ്റ് ആവൽ തന്നെയായിരുന്നു. ലാസ്റ്റാണ് വൈറ്റമിൻ ഡിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞത്. പിന്നെ 8 ആഴ്ച സപ്ലിമെന്ററി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഓക്കെ ആയോടാ? ഓക്കെ ആയി. പക്ഷെ പിന്നീടും ഇപ്പൊ എനിക്ക് ഈ മുടി കൊഴിച്ചിൽ നിന്നിട്ടില്ല. ഈ ബാക്ക് പെയിൻ, കഴുത്തിന്റെ അവിടെ നല്ല വേദനയാണ്. അപ്പൊ ഞാൻ ഇപ്പൊ പോയി ടെസ്റ്റ് ചെയ്തപ്പോ തൈറോയിഡ് 6 ഉണ്ട് പറഞ്ഞു. എന്നാൽ നേരത്തെ പക്ഷെ നേരത്തെ എനിക്ക് തൈറോയിഡിന്റെ പ്രശ്നം ഇതുവരെ കണ്ടിട്ടില്ല. അത് ഞാൻ അന്ന് പറഞ്ഞല്ലോ, 1 മാസം ചെക്ക് ചെയ്താൽ പിന്നെ എനിക്ക് എല്ലാ ഹോർമോൺസും നോർമൽ ആവും. എന്താന്നറിയില്ല, പക്ഷെ ഇൻബാലൻസിങ് ആവുകയാണ് ഹോർമോൺസ് എന്നാണ് അവർ പറയുന്നത്. എന്താ കാരണം എന്നറിയില്ല. ഓക്കെ, ഫുഡിന്റെ ഡയറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോപ്പർ ആയിട്ട് നോക്കട്ടെ കേട്ടോ. നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ഡയറ്റും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഓക്കെ ആവും. തൈറോയിഡ് ഹൈ ആയി കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് തന്നെ ഹെയർ ലോസ് ആണ്. ഹെയർ ലോസ്, പിന്നെ നമുക്ക് ക്ഷീണം ഉണ്ടാണ്, ഭയങ്കര ഉറക്കം വരവ്, അല്ലെങ്കിൽ ഭയങ്കര എനിക്ക് നേരെ തിരിച്ചെടുത്തൊന്നും ഇല്ല. ഹെയർ ലോസ് ഉണ്ട്, ക്ഷീണമില്ല. പിന്നെ അതേപോലെ മാം പറഞ്ഞല്ലോ ഉപ്പ് കുറവായിരിക്കും. ഞാൻ പക്ഷെ നല്ല ഉപ്പ് കൂടുന്ന ആളാ. എന്താ എനിക്കിങ്ങനെ എനിക്കറിയില്ല. അത് വേറെ എന്തൊരു പ്രോബ്ലം ആണ് തോന്നുന്നു. കുറവാണെങ്കിലും മുടി പൊഴിയും മാം, നന്നായിട്ട് മുടി പൊഴിയും. എനിക്ക് നല്ല രീതിയിൽ കുറവാണ്. എനിക്ക് കുറവാണ് ശരിക്കും. എനിക്ക് തൈറോയ്ഡ് കുറവാ. ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. എനിക്ക് നല്ല രീതിയിൽ മുടിയും കൊഴിയുന്നുണ്ട്. ഭയങ്കര ക്ഷീണമാണ് എപ്പോഴും. ശരീരവേദന. തൈറോയ്ഡ് കുറവായിട്ടുള്ള ഞാൻ പറഞ്ഞേട്ടെ, എനിക്ക് തൈറോയ്ഡ് കുറവാണ്. അതുകൊണ്ടാണ് എനിക്ക് മാറിപ്പോയത് ക്ഷമ. അത് തൈറോയ്ഡ് ഹൈ ആവുമ്പോഴും വ്യത്യാസം വരും, ലോ ആവുമ്പോഴും വ്യത്യാസം വരും. ശരിക്കും ഒന്നില്ലെങ്കിൽ ലോ ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ഹൈ ആയിട്ടിരിക്കുക. പക്ഷെ ഇൻസ്റ്റേബിൾ ആകില്ല. അത് ഭയങ്കര പ്രശ്നമാണ്. കൂടിയും കുറഞ്ഞും ഇരിക്കുമ്പോ അതൊരു ഭയങ്കര പ്രശ്നമാണ്. കാരണം നമുക്ക് കറക്റ്റ് ആയിട്ട് മെഡിസിൻ ചിലപ്പോൾ നമ്മൾ എടുക്കുമ്പോഴായിരിക്കും നമുക്ക് ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പോ നമുക്ക് നമ്മുടെ മെഡിസിനും കാര്യങ്ങളൊന്നും നമ്മുടെ ബോഡിക്ക് എഫക്ട് ചെയ്യില്ല. അപ്പൊ കറക്റ്റ് ആയിട്ടൊന്ന് ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ബ്ലഡ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടറിനെ ഒന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ചിലർക്ക് വണ്ണം വെക്കില്ലേ മിസ്സേ, ചിലർക്ക് വണ്ണം കുറയും. അത് രേഷ്മിക്ക് വണ്ണം ഉണ്ടോ? പക്ഷെ കുറവാണ്, പക്ഷെ ഭയങ്കര വണ്ണം വെക്കുന്നു. നാളെ വെറുതെ നമ്മള് വെള്ളം കുടിച്ചാൽ പോലും തടി വെക്കും. അതാണ്. അതുകൊണ്ട് പേടിയാ ഇപ്പൊ. ഞാനും രണ്ട് പേര് പറയല്ലോ, ഹൈപ്പോ തൈറോയിഡ്സും ഹൈപ്പോ. ഞങ്ങൾക്ക് ഹൈപ്പോ ആണ്. എനിക്ക് ഹൈപ്പോ ആണ്. എനിക്ക് ഹൈപ്പോയാ. അപ്പൊ കഴിക്കുന്നേ? ഗുളിക കഴിക്കുന്നുണ്ടോ? ഞാൻ തൈറോക്സിൻ 100ന്റെ കഴിച്ചിരുന്നേ. അയ്യോ, 100 ഭയങ്കര കൂടുതലേ. ഞാൻ 25ന്റെ കഴിക്കുന്നേ. തൈറോണോ എൽത്രോസിൻ ടാബ്ലറ്റിന്റെ പേര്. തൈറോയിഡ് സോഡിയം അല്ല, തൈറോക്സിൻ അങ്ങനെ എന്തൊരു പേരാ. എൽത്രോസിൻ എന്ന ബ്രാൻഡിന്റെ പേര്. സോ നമ്മള് മിക്കവർക്കും ഈ പ്രഗ്നൻസി അത് സിമ്പിൾ ആണ്, മാറൂടാ. പ്രഗ്നൻസി സമയത്ത് വരുന്ന തൈറോയിഡ് മാറും, നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. ഇത് അതല്ല. എന്ന് വെച്ചാല് എനിക്ക് പാരമ്പര്യമായിട്ട് വന്നതാണ്. എനിക്ക് പാരമ്പര്യം എന്നല്ല പറയാം, ഞാൻ ഫുഡ് ഹാബിറ്റ് കാരണം ഒരു 13 വയസ്സ് മുതൽ എനിക്ക് തൈറോയിഡിന്റെ പ്രശ്നമുണ്ട്. ചെറുപ്പം മുതലേ ഉണ്ട്. സോ അത് മാറ്റിയെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പാടാണ്. ഇനി നമുക്ക് വൈറ്റമിൻ ഡി റിച്ച് ഫുഡ് നോക്കിയോ? ഇനി നമ്മൾ അടുത്ത് നോക്കുന്ന വൈറ്റമിൻ ഡി ഇ ആണ്. ഈ കൂടുതലായിട്ടുള്ള ഫുഡുകളാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഓക്കെ, എന്താ പറയാ, ഇലക്കറികൾ കഴിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? നല്ല വൈറ്റമിൻ ഇ കിട്ടുള്ളൂ. നമ്മള് വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ആണ് ഈ കാണിക്കുന്നത്. സ്പിനാച്ച്, കിവി, അവക്കാഡോ ഫ്രൂട്ട്സ് ആണ്, മാംഗോ, പിന്നെ നട്ട്സ്, ബദാം, ഇതിലൊക്കെ നല്ല രീതിയിൽ വൈറ്റമിൻ ഇ ഉണ്ട്. പിന്നെ വൈറ്റമിൻ കെ ആണ് നെക്സ്റ്റ് നോക്കുന്നത്. ഇത് വൈറ്റമിൻ എ, ഡി, ഇ, കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫാറ്റ് സോളബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ആണ്. നമ്മുടെ ബോഡിയിൽ ഫാറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് അബ്സോർബ് ആകുന്നത്. വൈറ്റമിൻ കെ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ.
ഓക്കെ, ഇനി നമ്മൾ വൈറ്റമിൻ ബിനെ കുറിച്ചിട്ട് നോക്കാണ്. നിങ്ങളിതൊന്ന് നോട്ട് ചെയ്യും. ഞാനിപ്പോ പറയുമ്പോ ചിലപ്പോ കാണിക്കുമ്പോ ചിലപ്പോ നോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾ എന്ത് ചെയ്യാ, ക്ലാസ് കഴിഞ്ഞിട്ട് ഈ ഓരോ വൈറ്റമിൻസിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫുഡ്സ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നോക്കാം. ബീഫ്, ലിവർ, പോർക്ക്, സാൽമൺ, മിൽക്ക്, എഗ് ഇതൊക്കെ നല്ല രീതിയിൽ കഴിക്കും. ബീൻസ്, ന്യൂട്രീഷൻ, ലീഫി വെജിറ്റബിൾസ് ഒക്കെ വൈറ്റമിൻ ബി നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്മോൾ ക്വാണ്ടിറ്റി ആയിരിക്കും ഈ വൈറ്റമിൻ ബി നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം കഴിക്കണം, അല്ലെങ്കിൽ ഡെയിലി നമ്മുടെ ഡയറ്റിൽ അത് ഇൻക്ലൂഡ് ചെയ്യണം. ഈ വൈറ്റമിൻ സി ആയിട്ടുള്ള ഫുഡ്സ് ആണ് കൂടുതലും. വൈറ്റമിൻ സി പറയുന്ന ഓറഞ്ചിലൊക്കെ വൈറ്റമിൻ സി ആണ്, അറിയാ? ഓറഞ്ച് ഒക്കെ കഴിക്കുമ്പോ ഓറഞ്ചിലുണ്ട് ബ്രോക്കോളി, കിവി, മാംഗോ, ബനാന, ക്യാബേജ്, സ്ട്രോബെറിയിലൊക്കെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ആണ് കേട്ടോ. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾ സ്വയം സെർച്ച് ചെയ്ത് ഇന്ന ഫുഡ്സ് ആണ് ഇന്ന വൈറ്റമിൻസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. വൈറ്റമിൻസ് ഒന്ന് റീഡ് ചെയ്ത് അതിൻ്റെ ഒരാള്. ഞാൻ വായിക്കാം. ഓക്കെ, രേഷ്മ. Vitamin. Okay. It is very important for health and well-being. They are shown in small quantities in various food items. Vitamins are two types, fat-soluble and water-soluble vitamins. Fat-soluble vitamins are A, D, E, K. They are only found in fatty food and are observed only where there is fat. Vitamin B and C and other vitamins are water-soluble. Thank you, ma'am. ഫാറ്റ് ആൻഡ് വാട്ടർ ആൻഡ് ഫാറ്റ് സൊല്യൂബിൾ എന്ന് പറയുമ്പോൾ ഫാറ്റ് വേണമായിരിക്കും അല്ലെ? എ ഡി കെ വൈറ്റമിൻ ഫാറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് സോളബിൾ ആവുള്ളൂ, നമ്മുടെ ബോഡി അത് എന്ത് ചെയ്യുള്ളൂ, ടേക്ക് ചെയ്യുള്ളൂ. അപ്പം നമ്മൾ ചില ആൾക്കാർ ഫാറ്റ് ഒന്നും കഴിക്കാത്തവരാണെങ്കിൽ ഈ വൈറ്റമിൻ എ ഡി ഇ കെയുടെ കുറവ് കൂടുതലായിരിക്കും. വൈറ്റമിൻസ് അപ്പൊ ഈ മെലിഞ്ഞ ആൾക്കാർക്ക് ഇതിന്റെ അബ്സോർപ്ഷൻ കുറവായിരിക്കും അല്ലേ? അതെനിക്കറിയില്ല, അറിയില്ല. ഈ സോൾബിൾ മീൻസ് എന്താണ് സോളബിൾ എന്ന് വെച്ചാൽ? മെലിഞ്ഞ ആൾക്കാർ കൂടുതലുള്ള ഫുഡ് കഴിക്കുന്നെങ്കിൽ അവർക്ക് വിറ്റാമിനോ കാണുമല്ലോ മിസ്സേ. മെലിഞ്ഞ ആൾക്കാർ ഒന്നും മനസ്സിലാവുന്നില്ല. സോളബിൾ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ ആൾക്കാര് മിസ്സേ കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുന്നവർക്ക് വിറ്റാമിൻ കൂടുതലായിരിക്കുമല്ലോ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ ആ ഒരു ബോഡിയിൽ ആ ഒരു ഫാറ്റ് അല്ല ഈ ഉദ്ദേശിക്കുന്ന ഫാറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ അത് മനസ്സിലാക്കണം. നമ്മള് ഫാറ്റ് നമ്മുടെ ബ്ലഡിലുള്ള ഫാറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതും നല്ല ഫാറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമുക്കറിയാം 2 ടൈപ്പ് ഫാറ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ നല്ല ഫാറ്റ്സ് ഉണ്ട്. ആ ഫാറ്റ്സ് നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അത് അബ്സോർബ് ആയിക്കോളും. അബ്സോർബ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി എടുക്കും, അല്ലെങ്കിൽ നമ്മുടെ ബോഡി അത് എന്തെങ്കിലും ടേക്ക് ചെയ്യും. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടും നമ്മുടെ ബോഡിയിലേക്ക് ഈ പറഞ്ഞ വൈറ്റമിൻസ് അബ്സോർബ് ആവില്ല. ഓക്കെ, ഒന്ന് ഫാറ്റ് സോളബിൾ വൈറ്റമിൻസും മറ്റൊന്ന് വാട്ടർ സോളബിൾ വൈറ്റമിൻസ് ആണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഏതാണ് ഫാറ്റ് സോളബിൾ വൈറ്റമിൻസ്, ഏതാണ് വാട്ടർ സോളബിൾ വൈറ്റമിൻസ് എന്നുള്ളത്. അബ്സോർപ്ഷൻ അത് മാത്രമേ സോളബിൾ ആകുള്ളൂ. മലയാളം മീനിങ് വേണോ? ഒന്ന് മ്യൂട്ട് ആവാത്തോ? അല്ല, മ്യൂട്ട് ആവാൻ പറ്റോ? ലയിക്കുക എന്നാണ് കേട്ടോ മലയാളം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാം. കറക്റ്റ് ആയിട്ട് അത് നമ്മുടെ ബോഡിയിലേക്ക് ലയിക്കുക. ഓക്കെ, കറക്റ്റ് കിട്ടിയോ? ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ന്യൂട്രീഷൻ ആണ്. ന്യൂട്രീഷൻ ഇസ് ദ പ്രോസസ് ഓഫ്
taking food using for its growth, metabolism and repair. നമ്മൾ ഈ ഫുഡൊക്കെ കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡി ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഡൈജഷൻ, അതുപോലെ മെറ്റബോളിസം എന്താണെന്ന് അറിയാലോ. നമ്മൾ ഈ കഴിക്കുന്ന ഫുഡ് നമ്മുടെ ബോഡി യൂട്ടിലൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റബോളിസം. റിപ്പയർ എന്ന് പറയുന്നത് നമുക്ക് റിപ്പേഴ്സ് ഉണ്ട്, നമ്മുടെ സെൽസിന്റെ റിപ്പേഴ്സും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് വേണം, ന്യൂട്രീഷൻ വേണം, പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ വേണം. ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് നമ്മളിപ്പോ മീറ്റ് ടു കാൽക്കുലേറ്റ് ദ ന്യൂട്രീഷൻ റിക്വയർമെന്റ് ഫോർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ന്യൂട്രീഷൻ സപ്പോർട്ടും കാര്യങ്ങൾ നമ്മൾ ഓക്കെ പറഞ്ഞോ. ഹലോ, പറഞ്ഞോടാ. എന്താ വർക്ക് പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോഴാണ് ഈ ക്ലാസ് കയറാൻ പറ്റുള്ളേ. വർക്ക് അത് കാണിക്കണോ, അത് എന്താ ചെയ്തത് എനിക്കറിയില്ല. അപ്പൊ ഇന്ന് കാണിക്കണമെന്ന് പറഞ്ഞല്ലോ മിസ്സിന്റെ ക്ലാസ്സില്. ചെയ്തിട്ടുണ്ടോടാ? വർക്ക് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട് മാം, ചെയ്തിട്ടുണ്ട്. അപ്പൊ ന്യൂട്രീഷൻ ഒന്ന് ജസ്റ്റ് ന്യൂട്രീഷൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കട്ടെ, എന്നിട്ട് നമുക്ക് വർക്ക് പ്രസന്റ് ചെയ്യാം. അപ്പോഴേക്കും മുന്നേ അറേഞ്ച് ചെയ്ത് വെച്ചേക്ക്. ഓക്കെ ഓക്കെ മാം, ഓക്കെ. ന്യൂട്രീഷൻ എന്ന് പറയുന്ന പ്രോസസ് നമ്മളുടെ ബോഡി, നമ്മുടെ ഗ്രോത്തിനും മെറ്റബോളിസം റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് ടേക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ്, ആ പ്രോസസ്സിന് വേണ്ടതാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നമ്മുടെ ന്യൂട്രീഷൻ റിക്വയർമെന്റ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ കഴിക്കേണ്ടത്. നമുക്കറിയാം, കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോ ചെയ്യുന്ന ഒരു ഏജ് ആണ്. അവരുടെ ഗ്രോത്തിനും അവരുടെ ഡെവലപ്മെന്റിനും നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള എമൗണ്ട് ഓഫ് ഫുഡ് നമ്മൾ അവർക്ക് എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. അവർക്ക് ആഡ്വക്കേറ്റ് ആയിട്ടുള്ള ഡൈജഷൻ, അബ്സോർപ്ഷൻ, മെറ്റബോളിസം ഓഫ് ന്യൂട്രിയൻസ് കറക്റ്റ് ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ മെറ്റബോളിക് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഫുഡ്, കാലോറീസ് അവർ കഴിക്കണം. ചില കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ മാക്സിമം എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കണം. കാരണം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം അവർക്ക് എന്തായാലും നല്ല എനർജറ്റിക് ആയിരിക്കണ്ടേ, അതിനു വേണ്ടിയിട്ട് അവർ കറക്റ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കണം. അതേപോലെ അവരുടെ ഏജ് അനുസരിച്ചിട്ട് അവരുടെ പ്രോട്ടീൻ ലെവൽ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പ്രോട്ടീൻസും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഡയറ്റ് പ്ലാൻ ചെയ്യാനായിട്ട്. നമ്മൾ പറഞ്ഞ പോലെ മിനറൽ സോൾട്ട്, കാൽസ്യം, അയഡിൻ, അയൺ, വൈറ്റമിൻ ഡി, പിന്നെ വൈറ്റമിൻസ് ബി, വൈറ്റമിൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് സപ്ലിമെന്റ്സ് കൊടുക്കുന്നുണ്ടോ, അവരുടെ ഏജ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലെവലിൽ തന്നെയാണോ അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കണം. ദെൻ വൈറ്റമിൻസും മിനറൽസും കറക്റ്റ് ആയിട്ട് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ്സിൽ കൂടുതൽ കൊടുക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ദെൻ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫാറ്റി ആസിഡ് ലെവലൊക്കെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കുട്ടിയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് എന്ത്, ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ മോൻ പ്രസന്റ് ചെയ്തോട്ടോ. ജിത്തി പ്രസന്റ് ചെയ്തോടാ. പോരെ, ക്യാമറ ഓൺ ചെയ്തോടാ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാനൊരു സ്കൂളിലാണ്. വന്നതാണോ? ടീച്ചറായിട്ട് വർക്ക് ചെയ്യണോ? എനിക്ക് ഒരു 10 ദിവസത്തേക്ക് ഒരു വർക്ക് തന്നിട്ടുണ്ട്, അതായത് ക്ലാസ് എടുക്കാനായിട്ട്. 10 ദിവസത്തേക്ക് അല്ലെ? ഓക്കേടാ. നമ്മുടെ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ടാണോ? ഓക്കെ ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എല്ലാം ചെയ്തിട്ടുണ്ട്, സ്മോൾ ലെറ്റേഴ്സ് മാത്രമൊന്നും കാണുന്നില്ല. ഓക്കെ കേട്ടോ, കണ്ടു. മാം, ഞാൻ ഫാത്തിമയാണ്. ഞാൻ തുടക്കത്തിൽ ഇല്ലായിരുന്നു കേട്ടോ, ലേറ്റ് ആയിട്ട് ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കേക്കാം മാം, പറഞ്ഞോ പറഞ്ഞോ. ഓക്കെ, കംപ്ലീറ്റ് ആയില്ലേ? നന്നായിട്ട് കേട്ടോ. ഓക്കെ മാം, താങ്ക് യു മാം. ഫാത്തിമ പ്രസന്റ് ചെയ്തോടോ. ഫാത്തിമ. ഓക്കെ മാം.
ഓക്കെ, അറേഞ്ച് ചെയ്തിട്ടില്ല അല്ലേ? ഇല്ല മാം, പെട്ടെന്നായിരുന്നു. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. നമ്പേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. സ്മോൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ ഒക്കെ ആയിട്ട് മിക്സ് ആയിട്ട് കാണുന്നത്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. കാണാൻ പറ്റുന്നില്ലല്ലോ മിസ്സേ. എനിക്ക് കാണാലോ. മാം, ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റേഴ്സ് സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഓക്കെ, ഞാനേ നിങ്ങള് ലേറ്റ് ആയിട്ട് കയറിയവർക്ക് ശ്രദ്ധിക്കും. ഞാൻ 2 ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞ ആക്ടിവിറ്റീസിന്റെ ആ ഫോട്ടോ എടുത്തിട്ടുണ്ടാവണം. എടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നതാണ് ആക്ടിവിറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ മാം, ഞാനും ഇത് കംപ്ലീറ്റ് ഞാൻ ലേറ്റ് ആയിട്ടാണ് കയറിയത്. അമല. ഞാൻ അറേഞ്ച് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതിയോ? കാണിച്ചോടാം. കുറെ കഷ്ടം. ഇതിലാരും സാൻഡ് പേപ്പർ അല്ലാണ്ട് ചെയ്തത്? ആലിയ, സോറി, ഫാത്തിമ സാൻഡ് പേപ്പർ ആണോ ചെയ്തത്? മാം, ഞാൻ ചെയ്തത് വെൽവെറ്റിന്റെ പോലത്തെ പേപ്പറാ. എനിക്ക് സാൻഡ് പേപ്പർ കിട്ടിയില്ലായിരുന്നു. എനിക്ക് കാണാൻ പറ്റില്ലല്ലോ, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഹലോ, ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കും. അമല മാം, എനിക്കിവിടെ റേഞ്ച് ഭയങ്കര കുറവാണ്. അതാണ് കാണിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ എടുത്ത്. ഒരു മിനിറ്റ്. ക്യാമറ ഓൺ ചെയ്താല് ക്യാമറ ഓൺ ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ, ആടാ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. റെഡ് ആണോ സാൻഡ് പേപ്പർ? ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. മാം, ഈ വെൽവെറ്റ് പേപ്പർ ചെയ്തത് കൊണ്ട് കുഴപ്പമുണ്ടോ? എനിക്ക് അതേ കിട്ടിയോളൂ കേട്ടോ. സാൻഡ് പേപ്പർ ഇപ്പൊ നിങ്ങൾ നമ്മളെ വൈവയുടെ സമയത്ത് ആ ടീച്ചറിനോട് പറയണം, ഇന്ന പേപ്പർ അവൈലബിൾ ആയിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് എന്ന് പറയണം കേട്ടോ. മാക്സിമം സാൻഡ് പേപ്പറിൽ തന്നെ ചെയ്യണമായിരുന്നു. സാൻഡ് പേപ്പർ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ പെയിന്റ് കടയിലൊക്കെ ചോദിച്ചാൽ കിട്ടും. ഞാൻ അവിടുന്നായിരുന്നു വാങ്ങിച്ചത്. അപ്പൊ അവര് ഏത് ഗ്രിറ്റ് വേണോന്ന് ചോദിക്കുവേ. അപ്പൊ 80ന്റെ തൊട്ടുണ്ടായിരുന്നു. ഞാൻ 120ന്റെ ഞാൻ വാങ്ങിച്ചത്. അപ്പൊ അങ്ങനെ പെയിന്റ് കടയിൽ പോയി ചോദിച്ചാൽ കിട്ടുമായിരിക്കും. ഇനി ചെയ്യുന്നവര് അങ്ങനെ ഒന്ന് സാൻഡ് പേപ്പറിൽ തന്നെ മാക്സിമം ചെയ്യാൻ നോക്കാം. വരുന്നുണ്ട്, ഫ്ലിപ്കാർട്ടിൽ കിട്ടാറുണ്ട്. അത് വെയിറ്റ് കുറവാണ്. ഞാൻ മസ്കറ്റിലാണ് കേട്ടോ. അന്നേരം ഞാൻ ഇവിടെ ഒരു 2 ഷോപ്പ് ഞാൻ നാട്ടിലാണെന്നാണ് വിചാരിച്ചത് കേട്ടോ. സോറി കേട്ടോ. അപ്പൊ കിട്ടില്ല, കാരണം പുറത്തുള്ളവർക്ക് സാധാരണ സാൻഡ് പേപ്പർ കിട്ടാറില്ല. അന്നേരം അതായിട്ട് ഗൾഫിൽ കിട്ടും. പെയിന്റിന്റെ ഷോപ്പ് ഉണ്ട് ഗൾഫിൽ, അവിടെ വാങ്ങാൻ കിട്ടും. പെയിന്റിന്റെ ഷോപ്പ് ഉണ്ട്. ഞാൻ ദുബായിലായിരുന്നു. നമ്മളും കഷ്ടപ്പെട്ടിട്ടാണ് കട്ട് ചെയ്തൊട്ടില്ല. അപ്പൊ പിന്നെ അവിടെ നിൽക്കുന്നവർക്ക് മനസ്സിലായില്ല. ഓക്കെ, കുഴപ്പമില്ലാടാ, അത് കുഴപ്പമില്ല. ഇപ്പൊ മെറ്റീരിയൽസ് ചെയ്യാൻ പറയുമ്പോഴും ഇനിയുള്ള മെറ്റീരിയൽസ് മോന് അവൈലബിൾ ആകാനായിട്ട് പാടായിരിക്കും കേട്ടോ. ഓക്കെ, ഇല്ല മിസ്, എല്ലാം കിട്ടും. അങ്ങനെയല്ല, എല്ലാം ഒരുവിധം എല്ലാം കിട്ടുന്ന ഏരിയകളെല്ലാം ഉണ്ടാവും. എന്നുവെച്ചാൽ സ്കൂൾ ഉണ്ടല്ലോ എല്ലായിടത്തും. അപ്പൊ സ്കൂളിലേക്കെല്ലാം വേണ്ടി വരും. ആമസോണിൽ അവൈലബിൾ ആണ്. ഒക്കുന്ന സാധനങ്ങൾ ചെയ്തല്ലേ മിസ്സേ? അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിലാണ്, അതുകൊണ്ട് നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ച് ചെയ്താൽ മതി. ഓക്കെ, ഒരു പ്രോബ്ലം ഇല്ല. ഇപ്പൊ ഇങ്ങനെ ആണെങ്കിൽ, പുറത്താണെങ്കിൽ ആ വൈവ് എടുക്കുന്ന ടീച്ചറിനോട് പറയണം, ഞാൻ പുറത്താണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയണം കേട്ടോ ഫാത്തിമ. ഓക്കെ, താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ? ഓക്കെ, ഞാൻ പറയാം. മിസ്റ്റേക്സ് are proof that we are trying for something better. Okay, thank you ma'am, thank you all, have a good day. Thank you ma'am.